ഹലോ ഗൈസ്, നമുക്കിന്നൊരു കക്കാർച്ചി ഫ്രൈ ആയാലും അതിന് വേണ്ടി ഞാൻ ക്ലീൻ ആക്കിയിരിക്കുന്ന കക്കാർച്ചിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്നുണ്ട്. ഞാൻ 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ കുഴിവുള്ള ചീനച്ചട്ടി എടുത്ത് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വേപ്പില ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കൊച്ചുള്ളിയും സവാളയും കൂടി ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങൾ സിമ്മിലിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. അതിനുവേണ്ടി ഞാൻ ഒരു ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു കളർ ചേഞ്ച് ആകുമ്പോഴേക്കും നമ്മളുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കക്കാർച്ചി നന്നായി പിഴിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിനകത്തേക്ക് ഞാൻ 2 ടീസ്പൂണോളം കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ മുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ഞാൻ 2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഉപ്പുണ്ടോ എന്ന് നന്നായിട്ട് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നേരത്തെ ആയി തന്നെ ഇടുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് പിടിക്കാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, ബൈ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.